ഓക്കെ ഷെഫിന് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ആക്ച്വലി നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. നൂഡിൽസ്, എഗ് നൂഡിൽ, ഫിഷ് ഉണ്ട്, നമുക്ക് ഓണിയൻ, ടൊമാറ്റോ സോസ്, സോയ സോസ്, ഒരു ബ്രൈസ് ഫിഷ് ചില്ലി ഡ്രൈ. ബ്രൈസ് ഫിഷ് ചില്ലി ഡ്രൈ കേട്ടിട്ടുണ്ടോ? പിന്നെ പിന്നെ ഒരു ചിക്കൻ ഉണ്ട്, ഒരു ഷഡർ ചിക്കൻ, ഹുനാൻ ചിക്കൻ. ഞാൻ ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? ഹുനാൻ ചിക്കൻ കഴിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? റൂൾ റെഡിയായോ? ആയിക്കൊണ്ടിരിക്കാം. ഫിഷ് ഒന്ന് റെഡിയാക്കി വെക്കണ്ടേ? ഞാനിതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യുമോ? ഫിഷ് ചെയ്യാം. വാഷ് ചെയ്തോ? തിന്നായിട്ട് കട്ട് ചെയ്യണം, ഇത് പെട്ടെന്ന് കുക്ക് ചെയ്ത് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഓക്കെ. എനിക്ക് തോന്നുന്നത് ഇത് ഫിഷ് നെമീനല്ല, വേറെ ഏതോ ഫിഷാന്ന് തോന്നുന്നു അല്ലേ? സാധാരണ നമ്മൾ ചൈനീസിൽ ഈ ഫിഷ് ബ്രൈസ് ഫിഷ് ചില്ലി ഡ്രൈക്ക് ഉപയോഗിക്കുന്നത് ബെക്തി എന്ന് പറയുന്ന ഒരു സ്നാപ്പർ വെറൈറ്റി ഉണ്ട്. കട്ട്ല വളർത്തു കട്ട്ലയല്ല, പിന്നെ വേറൊരു ഗോൾഡൻ കളറുള്ള ഒരു സ്നാപ്പർ വെറൈറ്റിയുടെ ഒരെണ്ണമുണ്ട്. അതിൻ്റെ ഇത് ഫിഷിൻ്റെ ഈ ഫ്ലഷ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഒട്ടും ഹാർഡില്ലത്. ഇവിടെ കിട്ടും ലോക്കൽ, നമ്മുടെ അത് ഈ കായൽമീനാ ലോക്കൽ കിട്ടിയ എല്ലാ സമയത്തും അത് അവൈലബിളാണ്. ഇഞ്ചിപ്പാലി ഇതിനകത്തേക്കില്ലേ? പേസ്റ്റ് ആയില്ല. സോൾട്ട്, ഈ ഉപ്പ് കുറച്ചും കൂടെ എക്സ്ട്രാ ഇടണ്ട ഉപ്പാന്ന് തോന്നുന്നു. എക്സ്ട്രാ വേണോ? പക്ഷെ നമ്മൾ സോയ സോസ് വല്ലതും ഇടുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. കോൺഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ടോ? ഫ്രൈ ഇല്ല, ഇത് ഫ്രൈ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് അതിൻ്റെ മസാല ഉണ്ടാക്കണം. ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ, അതിൻ്റെ മസാല ഇതിലുണ്ടാക്കാം. ഇത് നമ്മൾ ചിക്കൻ കട്ട് ചെയ്യേണ്ടത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് വേണം ശരിക്കും ചിക്കൻ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫ്രീസറിൽ വെക്കണം. ഒരു ചെറിയ അതായിട്ടൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇത് ബേൺഡ് ഗാർലിക് അത് ഇത് നോക്കണേ. സ്ലൈസ് ബീഫ് വിത്ത് ബേൺഡ് ഗാർലിക് അറിയാമോ? കേട്ടില്ലേ? അതല്ലേ ഇടണം. ഇതെല്ലാം സോയ സോസ് ടേസ്റ്റ് നോക്ക്. ഇത് ചെയ്യുന്നതിന് മുമ്പ് കേട്ടോ, അത് നമ്മൾ അടുത്ത് തായ് എവിടെ ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ അത് ഇവിടെ കൂടെ പറഞ്ഞു. എങ്ങനെയാണ് നമുക്കിനി അടുത്തതിനൊരു തായ് ചെയ്താലോ? നമുക്ക് അടുത്ത് തായ് ചെയ്യാം. അപ്പോൾ തായ് ഞാൻ പഠിച്ചതാണ് അന്ന് താജ് മലബാറിൽ ജെയ്ഡ് പൗലിയനായിരുന്നു റെസ്റ്റോറൻറ്റ്. അത് മാറ്റി തായ് പൗലിയൻ ചെയ്യാനായിട്ട് എന്നെയാണ് ട്രെയിനിങ്ങിന് അയച്ചത്. വെസ്റ്റേൺ ബാംഗ്ലൂരിൽ പാരഡൈസ് ഐലൻഡ് എന്ന് പറയുന്നുണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, വളരെ ഫേമസ്. കേട്ടിട്ടുണ്ടോ? പാരഡൈസ് ഐലൻഡ്. അവിടെ തായ് ഷെഫാണ് ഹെഡ് ചെയ്യുന്നത്, തായ് എന്നുള്ളത്. പിന്നെ ബോംബെയിൽ അയച്ചു, ബോംബെ പ്രസിഡൻറ്റിൽ അയച്ചു, താജ്മഹൽ ബോംബെയിൽ അയച്ചു. അവിടെ നിന്നാണ് ഞാൻ തായ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് തായിയുടെ ഒരു 1-2 ഡിഷസ് നമുക്ക് ചെയ്യാം. കറി പേസ്റ്റൊക്കെ അവൈലബിൾ ആണല്ലോ അവിടെ. തായ് ഫേമസ് ടോമിയൻകും ഗ്രീൻ കറി പേസ്റ്റ് കൊണ്ട് മാത്രം ഇതിൽ ഡസ്റ്റ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഡസ്റ്റ് ഫ്രൈ കുറച്ചുകൂടെ കോൺഫ്ലോർ വേണം. നല്ലോണം കോട്ട് ചെയ്യണം. നല്ലോണം കോട്ട് ചെയ്യണം.
മണം വന്നോണ്ട് വന്നതാ. ഓടി വന്നല്ലേ? ഓടി വന്നതാ. എന്താണെന്നറിയാൻ വേണ്ടി. ഫിഷാണിത്, ആ ചൈനീസ് എന്നുണ്ടാക്കുന്നത് ഫുള്ള്. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. ഞാനിവിടെ കഴിച്ച് ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇരിക്കാൻ വയ്യായിരുന്നു മണം കൊണ്ട്. ഷെഫിന് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ വേറെ ചിക്കൻ്റെ ഡിഷ് ചിക്കൻ ഉണ്ടാക്കി, ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ചൈനീസ് ആണ്. ചൂടായില്ലേ? ആ നല്ല നല്ല മണം വരുന്നുണ്ടായിരുന്നു. ഇനി ഒരു നൂഡിൽസും കൂടെ ഉണ്ട്, കഴിഞ്ഞാൽ റെഡി ആയിരിക്കും. ഒരു 5 മിനിറ്റ് 6 മിനിറ്റിനുള്ളിൽ എല്ലാം ടേബിളിലായിരിക്കും.